പാചകവാതക ക്ഷാമം രൂക്ഷമാകുമ്പോഴും എറണാകുളത്തെ ചില വീടുകളിൽ പൈപ്പ് തുറന്നാൽ ഗ്യാസ് എത്തും. വീടുകളിൽ നേരിട്ട് പാചകവാതകം എത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതി ഇന്ന് നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസമാണ്. പാചകവാതക പ്രതിസന്ധി സാധാരണക്കാരന്റെ അടുക്കളയിലേക്ക് വരെ എത്തി. എന്നാൽ ഇതൊന്നും ബാധിക്കാത്ത, ഈ ആശങ്കകളൊന്നുമില്ലാത്ത ഒരു കൂട്ടർ കൊച്ചിയിലുണ്ട്. പ്രശ്നമൊന്നുമില്ല ഗ്യാസിന്. ഞങ്ങൾക്ക് ബുക്ക് ചെയ്യേണ്ട, സിലിണ്ടർ വേണ്ട. ഈ ഗ്യാസ് ആകുമ്പോൾ എല്ലാം കൊണ്ടും സൗകര്യമാണ്. കിട്ടാതെ വരും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ. ഇതാകുമ്പോൾ അത് പ്രശ്നമില്ലല്ലോ. ബുക്ക് ചെയ്യണം, കിട്ടാതെ വരും, അങ്ങനെയൊന്നും ഇപ്പം അതൊന്നും. ഇപ്പോഴെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഗ്യാസിന്. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്യാസാണ് നല്ലത്. ഗ്യാസ് സിലിണ്ടർ കിട്ടുമോ എന്ന ആശങ്ക വേണ്ട. ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ടതുമില്ല. പൈപ്പ് തുറന്നാൽ ഗ്യാസ് ഇവരുടെ അടുക്കളയിലെത്തും. ഇപ്പോൾ നിലവിലിപ്പോൾ സിലിണ്ടർ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് 25 ദിവസം കഴിഞ്ഞാലേ കിട്ടുള്ളൂ. ഇപ്പം നമുക്കാണെങ്കിൽ സിലിണ്ടർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഈ പൈപ്പ് ലൈൻ ഗ്യാസും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പൈപ്പ് ലൈൻ ഗ്യാസ് ഉള്ളതിൻ്റെ പേരിൽ നമുക്കിപ്പോൾ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് ഇവിടെ മിക്ക വീടുകളിലും ഉണ്ട്. ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമുക്കിത് ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഈ പൈപ്പ് ലൈൻ ഗ്യാസ് വരേണ്ടത് അത്യാവശ്യമാണ്. പാചകവാതക പ്രതിസന്ധി രൂക്ഷമായി തുടരുമ്പോഴും ഇവർക്ക് യാതൊരു ആശങ്കയുമില്ല. കാക്കനാട്, കളമശ്ശേരി ഭാഗങ്ങളിൽ 5 വർഷത്തിലേറെയായി സിറ്റി ഗ്യാസ് പദ്ധതിയാണ് പലരും ആശ്രയിക്കുന്നത്. ഇതുണ്ടായിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും ഉണ്ടല്ലോ, അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ ഇതില്ലാതെ ഒരുപാട് പേര് ഫുഡ് എങ്ങനെ ഉണ്ടാക്കുന്നു പോലും പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെയാണ് ഒത്തിരി ഹോട്ടലുകളൊക്കെ അടച്ചിട്ടേക്കാണ്. പാചകവാതക സിലിണ്ടറിനേക്കാളും ലാഭമാണ് സിറ്റി ഗ്യാസ്. അപകട ഭീഷണിയുമില്ല. എന്തായാലും യാതൊരു തടസ്സവുമില്ലാതെ ഗ്യാസ് എത്തുന്നതിന്റെ സമാധാനത്തിലാണ് ഈ കുടുംബങ്ങൾ. അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.